അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ത്യാഗസ്മരണയാണ്. അവരുടെ ആ സ്മരണ, അവരുടെ ആ ഒരു ദൈവികമായിട്ടുള്ള അല്ലാഹുവിൽ നിന്നുള്ള വലിയ പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകന്മാരാണ് അവർ. ലോകം അവസാനിക്കുന്നത് വരെ വരുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും അവരെ സ്മരിക്കുകയും അവരുടെ ഗുണത്തിന് വേണ്ടി അല്ലാഹുവിനോട് തേടുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ, നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, 5 വക്ത നിസ്കാരം, ഫർദാക്കപ്പെട്ട നിസ്കാരം, അതിനു പുറമെ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഗുണത്തെ തേടി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ലോകാവസാനം വരെ വരുന്ന എല്ലാ മുസ്ലിമീങ്ങളും അവരുടെ ആ ഒരു ദൈവിക ത്യാഗസ്മരണയിൽ നമ്മളെല്ലാവരും സാധാരണ മഹല്ലുതലങ്ങളിലും മറ്റുമൊക്കെയായി ഒറ്റക്കും കൂട്ടായിട്ടുമൊക്കെ ബലിതർപ്പണം, അത് ബലികർമ്മത്തിൽ പങ്കെടുക്കാറുണ്ട്, ഉദഹിയത്ത് കർമ്മത്തിൽ പങ്കെടുക്കാറുണ്ട്. ആ ഉദഹിയത്തിനെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ പ്രധാനമാക്കപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അതിലെ കഴിയുന്ന എല്ലാവരും അതില് ഭാഗവാക്കാൻ കഴിയുന്ന സാമ്പത്തികമായിട്ട് ശേഷിയുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി ആർക്കാണ് ഉദഹിയത്ത് ശക്തിയായ സുന്നത്തുള്ളത്? ആർക്കാണ് ഉദഹിയത്ത് അതിന്റെ സാമ്പത്തിക ശേഷിയുള്ള, പ്രായപൂർത്തിയും ബുദ്ധിയും ഒക്കെയുള്ള മുഴുവൻ സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും അത് ഉദഹിയത്ത് കർമ്മം എന്നുള്ളത് ശക്തിയായ സുന്നത്താണ്. യുസന്നു മുതഅക്കിദൻ ലിഹുർരിൻ ഖാദിരിൻ എന്ന് ഫത്ഹുൽ മുഈനിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ കഴിവും അത് കഴിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള ഹലാലായ സമ്പത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഈ കഴിവുണ്ടാവുക, ഉദഹിയത്തിന് കഴിവുണ്ടാവുക എന്നുള്ള ഖുദ്റത്തിന്റെ, അതായത് സാമ്പത്തിക ശേഷി, അതിന്റെ പരിധി എന്താ എന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ബലിപെരുന്നാൾ ദിവസം, ആദ്യ പെരുന്നാളിന്റെ പകലും രാത്രിയും തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ തന്റെ വീട്ടുകാരുണ്ടല്ലോ, തന്റെ ചെലവിൽ കഴിയുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ആവശ്യമായ ചെലവഴിച്ചാൽ മിച്ചമുള്ളതിൽ, അതിൽ ബാക്കിയുള്ളതിൽ ഉദഹിയത്തിന് ആവശ്യമായ സ്വത്ത് ഉണ്ടെങ്കിൽ, തനിക്കും താന് ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ ആളുകൾക്കൊക്കെ ബലിപെരുന്നാളിന്റെ പകലും രാത്രിയും അതിന്റെ ചെലവഴിച്ച് കഴിയുന്നതിൽ, അതിന്റെ ബാക്കിയുള്ള സ്വത്തില് ഉദഹിയത്തിന് ഉണ്ടായ ആവശ്യമായ സ്വത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹി വ്യക്തമാക്കുന്നത്. അപ്പോ എത്രയാണ് അതിന്റെ പരിധി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: ചെലവ് കഴിച്ച് അന്നത്തെ പകലും രാത്രിയും, ബലിപെരുന്നാളിന്റെ ദിവസം പകലും രാത്രിയും ചെലവ് കഴിച്ച് ഉദഹിയത്തിന് പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാമ്പത്തിക ശേഷി ഒരാൾക്കുണ്ടെങ്കിൽ അതിന് പങ്കെടുക്കണം എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഉദഹിയത്തിന് നിയ്യത്ത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും ഉദഹിയത്തിന് നിയ്യത്ത് അത് ശർത്താണ്. പരിശോധിച്ചാൽ കാണാം, കാരണം ഉദഹിയത്ത് കർമ്മം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്നാ അഅതൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഫസ്വല്ലി നബിയെ തങ്ങൾ ബലിപെരുന്നാൾ നിസ്കരിക്കുകയും വൻഹർ അങ്ങ് ഉദഹിയത്ത് കർമ്മം ചെയ്യുക എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആ ഒരു കൽപ്പന എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ അത് മുഅക്കദായ സുന്നത്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ശക്തിയായ സുന്നത്താണ് അത്. കാരണം ഇബാദത്തായത് കൊണ്ട് തന്നെ ആ ഉദഹിയത്തിന് നിയ്യത്ത് വെക്കല് പ്രത്യേകം അത് അത് നിർബന്ധമാണ്, അത് ശർത്താണ്. നിയ്യത്ത് ചെയ്യാൻ വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നിയ്യത്ത് വെക്കാൻ ഇപ്പൊ നാട്ടിലില്ലാത്ത ആളുകളൊക്കെ ഉദയത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ, പ്രവാസികളൊക്കെ ഉദയത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിനിപ്പോ നമ്മളൊരു വക്കീലിനെ, അതായത് ഒരാളെ ഏൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്ന് പരിശുദ്ധമാക്കപ്പെട്ട കിതാബുകളിലൊക്കെ കാണാം. ഒരു മുസ്ലിം ആയിരിക്കുന്ന ഒരു വക്കീലിനെ
നിയ്യത്ത് വെക്കാൻ വേണ്ടി ഏൽപ്പിക്കൽ അനുവദനീയമാണ് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വിഷയം, എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിയ്യത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറക്കുന്ന സമയത്തോ, അതായത് അറവിന്റെ സമയത്ത് ആ ഉദഹിയത്തിൽ പങ്കെടുത്ത ആളുകൾ അവിടെ എത്താൻ. ഒരു പോത്തൊക്കെ ആണെങ്കിൽ 7 ആളുകൾ ഷെയർ കൂടാം, 7 ഷെയർ വരെ കൂടാൻ എന്നുള്ളതാണ്. ആടിന് ഷെയർ കൂടാൻ പറ്റൂല, പോത്തിന് ഷെയർ കൂടാൻ പറ്റുള്ളൂ. അപ്പൊ 7 ഷെയർ ഉണ്ടെങ്കിൽ ആ 7 ആളും, അതല്ലെങ്കിൽ അവർ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അറവിന്റെ സമയത്ത് അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ്. ആ അറവിന്റെ സമയത്തോ, അതല്ലെങ്കിൽ മൃഗത്തെ തെരഞ്ഞെടുക്കുന്ന സമയത്ത്, ഇപ്പൊ മൃഗത്തെ വാങ്ങാനൊക്കെ പോകും, അതിനെ വാങ്ങിക്കൊണ്ടുവരുന്ന ആ ഒരു മൃഗം, ഇത് നമ്മുടെ മൃഗമാണ്, അതല്ലെങ്കിൽ ഒരാളാണെങ്കിൽ ഇത് അവന്റെ മൃഗമാണ്, ഇത് എന്റെ മൃഗമാണ് എന്ന് നിയ്യത്ത് ആ സമയത്ത് നിർണയിക്കുന്ന സമയത്ത്, മൃഗത്തെ വാങ്ങുന്ന സമയത്തോ അറവിന്റെ സമയത്തോ ആണ് നിയ്യത്ത് വെക്കേണ്ടത്. ഇനി വക്കാലത്താക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിയ്യത്ത് വെക്കാൻ വേണ്ടി വേറൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ വക്കാലത്താക്കുമ്പോ എങ്ങനെയാണ്, വക്കീലിന് അത് നൽകുമ്പോഴോ അല്ലെങ്കിൽ അറക്കുമ്പോഴോ നിയ്യത്ത് വെക്കാം ആ വക്കീലിന്, ഏൽപ്പിക്കപ്പെട്ട ആൾക്ക്. ഇനി എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടതെന്ന്, നിയ്യത്ത് വെക്കുമ്പോ ഇത് എന്റെ ഉദഹിയത്താണ് എന്ന് നിയ്യത്ത് വെച്ചാൽ അത് ഫർളായി. നിയ്യത്ത് ഇതെന്റെ ഉദഹിയത്താണ് എന്ന് നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഫർളായി. മറിച്ച് എന്റെ സുന്നത്തായ ഉദഹിയത്തിനെ ഞാൻ കരുതി, സുന്നത്താണല്ലോ, സുന്നത്തായ ഉദഹിയത്തിനെ ഞാൻ കരുതി എന്നോ, സുന്നത്തായ ബലികർമ്മത്തെ ഞാൻ നിർവഹിക്കുന്നു എന്നോ കരുതല് നിർബന്ധമാണ്. അത് നാവുകൊണ്ട് പറയൽ സുന്നത്തുമാണ്. പിന്നെ ഏതൊക്കെ മൃഗങ്ങളെ, നിയ്യത്തിന്റെ കാര്യം പറഞ്ഞു, നിയ്യത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ ഉദഹിയത്ത് ഇറക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ നേർച്ച അത് നിർബന്ധമായി, പിന്നെ അർത്ഥോളണം. അതുപോലെ തന്നെ ഒരു മൃഗത്തെ മേടിച്ച് ഇതിന്റെ ഉദഹിയത്താണെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി, അത് പിന്നെ അതിലും ഒഴിവ് കഴിവൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നിയ്യത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ സുന്നത്തായ ഉദഹിയത്തിനെ ഞാൻ കരുതിയെന്നോ സുന്നത്തായ ബലികർമ്മത്തെ ഞാൻ നിർവഹിക്കുന്നു എന്നോ നിയ്യത്ത് വെക്കലാണ് വേണ്ടത്. പിന്നെ ഏതൊക്കെ മൃഗങ്ങളെ അറവ് നടത്താം എന്നുള്ളതാണ്. 5 വയസ്സ് കഴിഞ്ഞ ഒട്ടകം, 5 വയസ്സ് കഴിഞ്ഞ ഒട്ടകം, 2 വയസ്സ് കഴിഞ്ഞ മാട്, കോലാട്, 1 വയസ്സ് കഴിഞ്ഞ നെയ്യാട് എന്നീ മൃഗങ്ങളാണ് ബലിയെറുക്കാൻ പറ്റുന്ന മൃഗങ്ങള്. പിന്നെ ഈ വയസ്സൊക്കെ കണക്കാക്കുമ്പോൾ എങ്ങനെ വയസ്സൊക്കെ നമ്മൾ അറിയാം, അത് നമ്മൾ വാങ്ങുന്ന മൃഗങ്ങളെ പരിചയമുള്ള ആളുകൾ, മൃഗങ്ങളെ വളർത്തിയ അതിനെ പരിപാലിച്ച ആളുകൾ, ആ വിൽപ്പനക്കാരൻ അവര് പറയുന്ന ആ ഒരു വാക്കാണ് ആ വിശ്വസ്തത, അവര് പറയുന്ന ആ വാക്കും, പിന്നെ അതിനെ പ്രസവിക്കപ്പെട്ടത് അവരുടെ കയ്യിൽ വെച്ചിട്ടാണെങ്കിൽ പിന്നെ അത് അതിൽ മാറ്റൊന്നും ഉണ്ടാവില്ല, പിന്നെ അവര് പറയുന്നത് തന്നെയായിരിക്കും അതിന്റെ വയസ്സ്. അതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ വയസ്സൊക്കെ കൃത്യമായിരിക്കും. പിന്നെ കാട്ടുപശു, അതുപോലെ കാട്ടുപോത്ത്, കാട്ടുകഴുത എന്നീ മൃഗങ്ങള് ഉദഹിയത്തിന് പറ്റൂല എന്നുള്ളത് കിതാബിൽ കാണാം. വലാ ഇജ്സാ ഫിൽ ഉദഹിയത്തി മിനൽ ഹയവാനി ഇല്ല നഅമു വഹിയ al-ibil wal-baqar wal-ghanam لأن التضحية بغير ذلك لن تنجل فلا يجزى നഹു ബഖറിൽ വഹ്ശി വഹിമാലിഹി. ബഖറുൽ വഹ്ശി എന്ന കാട്ടുപോത്ത്, പിന്നെ കാട്ടുമൃഗം, കാട്ടുപശു അങ്ങനെയുള്ളതാണ്. പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പിന്നെ ക്രമപ്രകാരമുള്ളത് എങ്ങനെയാണെന്നുള്ളതാണ്. ഒരാള് അറക്കുമ്പോ, ഒരാളതിൽ പങ്കെടുക്കുകയാണെങ്കിൽ 7 നെയ്യാടുകൾ, ഏറ്റവും ശ്രേഷ്ഠമായ വശ പറയുന്നത് നിർബന്ധമല്ല, കഴിയുന്ന ആളുകൾക്കുള്ളൊരു ശ്രേഷ്ഠതയാണ്, ക്രമമാണ് വിശദീകരിക്കുന്നത്. പിന്നെ 7 കോലാടുകൾ, പിന്നെ 1 ഒട്ടകം, പിന്നെ മാട്, അതിൽ ഇപ്പോ പറയപ്പെട്ട പോത്ത്, അതിന്റെ വിഭാഗത്തിൽ കൊടുക്കാൻ പറ്റും, കാള, പോത്ത്, പിന്നെ 1 നെയ്യാട് അല്ലെങ്കിൽ 1 കോലാട്, അതല്ലെങ്കിൽ ഒട്ടകത്തിലെ 1 വിഹിതം. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് നാടുകളിലൊക്കെ നടക്കുന്നത് ഷെയർ കൂടിയിട്ടുള്ളതാണ്. ഒട്ടകത്തിലൊരു വിഹിതം, പിന്നെ മാടിലെ 1 വിഹിതം. ഇങ്ങനെയാണ് അതിന്റെ ഒരു ക്രമം, അതിന്റെ ഒരു രൂപം അങ്ങനെയാണ്.
ഇനി ഒട്ടകത്തിലോ പോത്ത് മാടുണ്ടല്ലോ, പോത്ത് കാള അങ്ങനെയുള്ള മൃഗങ്ങളിലോ ഒട്ടകത്തിലോ ഒരാള് ഒരു വിഹിതത്തിലധികം ഒരാൾ പങ്കുചേർന്നാൽ അതാണോ അതല്ല ഒരു ആടിനറക്കലാണോ അഫ്ദല് എന്ന് ഇമാം ഖൽയൂബി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്. ഒന്നിനേക്കാൾ ഏഴിലൊന്നിനേക്കാളും കൂടുതൽ ഷെയർ ആയാല് അതാണ് ആടിനേക്കാൾ അഫ്ദല് എന്നുള്ളതാണ്. അതായത് ഒരാള് ഒരു പോത്തിന്റെ വിഷയത്തിൽ 2 ഷെയർ ചേർന്ന ഒരാൾ, അപ്പൊ ഒരാടിനെ അറുത്ത് നൽകുന്നതിനേക്കാളും ആ 2 ഷെയറിൽ കൂടുന്നതാണ് അഫ്ദല് എന്നുള്ളതാണ്. പിന്നെ ഈ അറുക്കുന്ന മൃഗത്തിന്റെ കളറ്, മൃഗത്തിന്റെ നിറം, അതിന്റെ ശ്രേഷ്ഠത പറയുന്നിടത്ത് കാണാം വെളുത്ത മൃഗമായിരിക്കും ഏറ്റവും നല്ലതാണ്. അതല്ലെങ്കിൽ മഞ്ഞ കളറ്, അതല്ലെങ്കിൽ മങ്ങിയ വെള്ള, പിന്നെ ചാര നിറം, അതല്ലെങ്കിൽ ചുവപ്പ് നിറം, പിന്നെ വെളുപ്പും ചുവപ്പും കലർന്ന നിറം, പിന്നെ വെളുപ്പും കറുപ്പും കലർന്ന നിറം, അതല്ലെങ്കിൽ പിന്നെ കറുപ്പ് നിറം. ഇങ്ങനെയാണ് അതിന്റെ ശ്രേഷ്ഠത പറയുന്നത്. പിന്നെ നല്ല നിറമുള്ളത്, അതായത് വെള്ളയും മഞ്ഞയൊക്കെ നല്ല നിറമുള്ളത് മെലിഞ്ഞ ഒരു മൃഗമാണെങ്കിൽ ഏറ്റവും താഴെയുള്ള നിറമാണ് കറുപ്പ് എന്നുള്ളത്. അപ്പൊ കറുത്ത മൃഗം നമ്മൾ നോക്കുമ്പോൾ കണ്ടു, അത് നല്ല തടിച്ചു കൊടുത്ത മൃഗമാണെങ്കിൽ ആ കറുപ്പിനെ വാങ്ങലും അതിനെ ഉദഹിയത്ത് ഇറക്കലാണ് ഏറ്റവും നല്ലത് എന്ന് കിതാബിലൊക്കെ കാണാം. പിന്നെ ഗർഭിണികളായ മൃഗത്തെ, ന്യൂനതയുള്ള മൃഗങ്ങളെ അതിനൊക്കെ പറ്റുമോ, അതിന്റെ ന്യൂനതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചുരുക്കി പറയാണ്. മെലിഞ്ഞി മജ്ജ നശിച്ച മൃഗങ്ങൾ പറ്റൂല. ചെവി, വാല്, അതുപോലെ അതിന്റെ അകിട്, നാവ് തുടങ്ങി എന്തെങ്കിലും അവയവം മുറിച്ച് മാറ്റപ്പെട്ടതോ, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടതോ, കാഴ്ച തടസ്സപ്പെടും വിധത്തിൽ കണ്ണിന്റെ എന്തെങ്കിലും പാടം മൂടി അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ വാങ്ങുമ്പോ നോക്കി വാങ്ങണം എന്നാണ് ഈ പറയുന്നത്. വ്യക്തമായ മുടന്തി നടക്കുന്ന മൃഗം, അതുപോലെ ശക്തമായ രോഗമോ ഒക്കെയുള്ള മൃഗങ്ങള് ഉദഹിയത്തിന് പറ്റൂല. അതുപോലെ ഗർഭിണിയായ മൃഗത്തെ ഉദഹിയത്ത് ബലികർമ്മത്തിന് പറ്റുകയില്ല എന്ന് കിതാബിലൊക്കെ കാണാം. പിന്നെ കൊമ്പില്ലാത്തത്, അല്ലെങ്കിൽ കൊമ്പ് പൊട്ടിയതോ ആയ മൃഗത്തെ ഇറക്കാൻ പറ്റുമോ? അപ്പോ കൊമ്പുള്ള മൃഗമാണ് അഫ്ദലായത് എന്ന് കിതാബിൽ കാണാം. പിന്നെ ജന്മന കൊമ്പില്ലാത്തത് അറക്കാം. കൊമ്പ് പൊട്ടല്, ഈ കൊമ്പ് പൊട്ടി എന്നുള്ള കാര്യമുണ്ടല്ലോ, ആ ന്യൂനത, കൊമ്പ് പൊട്ടിപ്പോയി എന്നുള്ളത് മാംസത്തിനെ ബാധിക്കുന്നില്ലെങ്കിൽ ആ മൃഗത്തെയും അറുക്കാൻ പറ്റുമെന്ന് തൊഫയിലൊക്കെ നോക്കിയേ കാണാം. ഈ വാർത്തകളൊക്കെ ഉണ്ട്, അതൊക്കെ വായിച്ച് നോക്കുമ്പോൾ ഒരുപാട് സമയമാവുന്നത് നമ്മൾ ചുരുക്കി പറയുന്നത് കൊണ്ടാണ്. ആടില് ആണാടാണോ പെണ്ണാടാണോ അഫ്ദല്? 2 ആടുകളും ഉദഹിയത്ത് ഇറക്കാൻ പറ്റും. ആണാടാണ് അഫ്ദല്. കൂടുതലായി ഇണചേരുന്ന ആടല്ലെങ്കിൽ കൊറ്റനാട് കൂടുതലായി ഇണചേരുന്ന ആടല്ലെങ്കിൽ അതാണ് അഫ്ദല്. ഇനി കൂടുതലായി ഇണചേരുന്നതാണെങ്കിൽ പെണ്ണാടാണ് അഫ്ദല്. മനസ്സിലായില്ലേ? അതായത് ഇണചേരൽ കുറഞ്ഞ കൊറ്റനാടായിരിക്കും നല്ലത്. പിന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വർഷം 100 എണ്ണം അറുത്തു. 100 ഉദഹിയത്ത് അറുത്തു എന്നത് അത് പല കിതാബുകളിലും കാണുന്നുണ്ട്. അത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം വരും. ഉദഹിയത്ത് ഉദ്ദേശിക്കുന്നത് അറുക്കലാണോ, അത് സ്ത്രീകൾക്ക് ഇറക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചാല് അതിന് പുരുഷന്മാർ തന്നെയാണ് അതിന് പറ്റിയ ആളുകൾ. പിന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പവിത്രമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് 63 ഉദഹിയത്തിന്റെ മൃഗങ്ങൾ അറുക്കുകയും ബാക്കി അറവ് നടത്താൻ വേണ്ടി അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തതായിട്ട് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ദഹാ ബിമിഅത്തി ബുദ്നത്തിൻ നഹർ മിൻഹാ ബിയദിഹി ശരീഫ 63 വഅമറ അലൈഹാ വഅമറ അലി റളിയല്ലാഹു അൻഹു ഫനഹറ തമാമൽ മിഅത്തി. ബാക്കിയുള്ളതിന് പിന്നെ അലി റളിയല്ലാഹു അൻഹു ആണ് അറുത്തത് എന്നത്. പിന്നെ ആരുടേതാണോ ഉദഹിയത്ത് അവൻ അറുക്കലാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ വേറെ അറുക്കാൻ അതിന്റെ കുറച്ച് ധൈര്യമൊക്കെ വേണം. അങ്ങനെയുള്ള ആളുകളെ ഏൽപ്പിക്കണം. ധൈര്യമല്ലെങ്കിൽ സ്ത്രീകളും പിന്നെ അന്നത്തെ അറവിനെ തൊട്ട് അശക്തരായ പുരുഷന്മാരും കണ്ണ് കാണാത്തവരൊന്നും അറുക്കാൻ പറ്റൂല എന്ന് കിതാബിൽ കാണാം. അതുപോലെ
അറവിന്റെ സമയം എപ്പോൾ മുതൽ ഏതുവരെ നമുക്കറിയാം. പെരുന്നാളിന്റെ ദിവസം സൂര്യൻ ഉദിച്ച ശേഷം ചെറിയ തോതിൽ പെരുന്നാളിന്റെ നിസ്കാരം ഖുതുബയൊക്കെ നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ സമയം ആരംഭിച്ചു. പിന്നെ സൂര്യൻ ഉദിച്ച് ആ ഒരു ളുഹന്റെ സമയം ആ പെരുന്നാൾ ഖുതുബയും നിസ്കാരമൊക്കെ നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞാലാണ് ഉദ്ഹിയ്യത്തിന്റെ സമയം തുടങ്ങുന്നത്. അയ്യാമുത് തശ്രീഖിന്റെ അവസാനം വരെ, അതായത് 4-ാം പെരുന്നാള് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഉദ്ഹിയ്യത്തിന്റെ സമയമുണ്ട് എന്ന് കരുതി അതുവരെ വൈകിക്കേണ്ട ആവശ്യമില്ല. ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉള്ളപ്പോൾ ചില മഹല്ലുകളിൽ നിന്നൊക്കെ അറവുകാരൊക്കെ കിട്ടാത്ത സമയങ്ങളിൽ അത് വൈകാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു കാരണമാണ്. ഇൻഷാ അല്ലാഹ് അപ്പോ ഉദ്ഹിയ്യത്തിന്റെ അറവ് രാത്രി ഇറക്കാൻ പറ്റുമോ എന്ന് ചോദ്യമൊക്കെ വരും. പകൽ ഉദ്ഹിയ്യത്ത് അറവിന് എന്തെങ്കിലും പ്രതിബന്ധം വന്നാലോ അതല്ലെങ്കിൽ രാത്രി വരലാണ് ഈ ഫുഖറായിന്, അതായത് ഈ ഉദ്ഹിയ്യത്തിന്റെ മാംസം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ രാത്രിയാണെങ്കിലൊക്കെ അത് രാത്രി ഇറക്കൽ ജായിസാണ്. കാരണം കൂടാതെ രാത്രിയിൽ ഉദ്ഹിയ്യത്ത് ഇറക്കല് കറാഹത്താണ്. പിന്നെ ഒരാൾ ഉദ്ഹിയ്യത്ത് ഇറക്കുകയാണെങ്കിൽ എവിടെ വെച്ചിട്ടാണ് ഇറക്കല് ഏറ്റവും നല്ലത്? അവനവന്റെ കുടുംബത്തെ സാക്ഷിയാക്കി അവരവരുടെ വീട്ടിൽ ഉദ്ഹിയ്യത്ത് ഇറക്കലാണ് ഏറ്റവും അഫ്ളല്. കാണാം പിന്നെ ഉദ്ഹിയ്യത്തിന് പല മൃഗങ്ങളുള്ള സമയത്ത് നമ്മുടെ മഹലിലൊക്കെ കൂട്ടമായി ഉദ്ഹിയ്യത്ത് നടക്കുമ്പോൾ മറ്റൊരു മൃഗത്തെ കാണുന്ന തരത്തിൽ വേറൊരു മൃഗം മറ്റൊരു മൃഗത്തെ അറിവ് നടത്തുന്നത് കാണുന്ന തരത്തിൽ ഇറക്കാൻ പാടില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അപ്പോ ഇങ്ങനെയാണ് അതിന്റെ ചുരുങ്ങിയ രൂപമുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഷെയർ കൂടുന്നതിലോ അങ്ങനെ ഉണ്ടാവാതിരിക്കില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് അതിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളായതുകൊണ്ട് ചിലപ്പോ അങ്ങനെ സംശയങ്ങളും വരാനില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദുമാരോട് മഹലിലൊക്കെ പള്ളിയിലെ ഉസ്താദുമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഉദ്ഹിയ്യത്തിന്റെ കർമ്മത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാവിധ സാമ്പത്തിക ശേഷിയും ഭദ്രതയും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.